ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഈ ചാപ്റ്ററും അതിലെ ഫുൾ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് വയലാർ രാമവർമ്മയുടെ 4 വരികൾ അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി, വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. Viola Ramavarma sings that the earth, which was a fireball that fell from the sun into the pond of void and slept lying frozen, and on waking up draped herself with the moist life particles. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? വയലാർ രാമവർമ്മ സൂര്യനിൽ നിന്ന് ശൂന്യാകാശത്തിലൂടെ താഴേക്ക് വീണ ഒരു ചെറിയ തീക്കുടമാണ് ഭൂമി. ഈ ഭൂമിയിൽ വായുവിന്റെ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി മാറ്റിയ ഭൂമിയായിട്ട് മാറി. അതായത് ജീവന്റെ കണിക ഉള്ള ഒരേ ഒരു പ്ലാനറ്റ് എന്താണ്? ഭൂമിയാണെന്ന് എർത്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എർത്തിനെ കുറിച്ച് അദ്ദേഹം പാടിയിട്ടുള്ള 4 വരികളാണ് ഇത്. Our earth, which is rich with atmosphere, water and favorable climate, is the only celestial body in the universe which is found to sustain life. അപ്പോൾ നമ്മുടെ എർത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിച്ച് വിത്ത് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമുണ്ട്, പിന്നെ അതുപോലെ വാട്ടർ ഉണ്ട്, പിന്നെ ഫേവറബിൾ ക്ലൈമറ്റ് ആണ്, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാലാവസ്ഥയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആകാശഗോളങ്ങളിലെ ഒരേ ഒരു ആകാശഗോളമായിട്ട്, മനുഷ്യൻ അധിവസിക്കുന്ന ഒരേ ഒരു ആകാശഗോളമായിട്ട് എർത്ത് മാറിയിട്ടുള്ളത്. We have become familiar with the shape, the movements and other characteristics of the earth in the previous classes. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എർത്തിന്റെ ഷേപ്പിനെയും പിന്നെ അതുപോലെ മൂവ്മെന്റ്സിനെയും മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. The images of the earth captured from the space show us a clear picture of the shape of the earth. അപ്പോൾ ഭൂമിയുടെ എർത്തിന്റെ മുകളിൽ നിന്ന് എടുക്കുന്ന, സ്പേസിൽ നിന്ന് എടുക്കുന്ന പിക്ചറാണ് നമുക്ക് എർത്തിന്റെ ശരിക്കുള്ള ഷേപ്പ് കാണിച്ചു തരുന്നത്. ഡസ് ദ എർത്ത് റിയലി ഹാവ് എ സ്ഫെറിക്കൽ ഷേപ്പ്? അപ്പോൾ ആ ഷേപ്പ് കാണുമ്പോൾ എർത്തിന് സ്ഫെറിക്കൽ ഷേപ്പ് തന്നെയാണോ ഉള്ളത്? The earth has a unique shape which is slightly flattened at the poles and slightly bulged in the middle. അപ്പോൾ 2 അറ്റങ്ങളും 2 പോൾസും 2 അഗ്രങ്ങളും കുറച്ച് ഫ്ലാറ്റ് ആയിട്ടും പിന്നെ നടുഭാഗം കുറച്ച് ബൾജ് ചെയ്തിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്ന തരത്തിലുമാണ് എർത്തിന്റെ ഷേപ്പ് ശരിക്കുള്ളത്. ദിസ് ഷേപ്പ് ഓഫ് എർത്ത് ഈസ് നോൺ ആസ് ജിയോയിഡ്. എർത്തിന്റെ ഈ ഷേപ്പിനെ ശരിക്ക് ജിയോയിഡ് എന്നാണ് പറയുന്നത്. The globe is the true model of the earth. It is used to understand geographical features on the surface of the earth and to determine the location. അപ്പോൾ എർത്തിന്റെ ശരിയായിട്ടുള്ള ഒരു മോഡൽ ഗ്ലോബാണ്. ഗ്ലോബാണ് എർത്തിന്റെ ശരിയായിട്ടുള്ള മോഡൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഇത് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലൊക്കേഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. We have become familiar with the horizontal and the vertical lines on the globe in the previous classes. Let us learn more about the features of these lines. അപ്പോൾ ഈ ഗ്ലോബ് നിങ്ങൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അതിൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ കുറച്ച് ലൈൻസ് വരച്ചിട്ടുള്ളത് കാണാം അല്ലേ. ഈ ലൈൻസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട്, ഈ ലൈൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാം. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ പാരലൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഈ ലൈൻസിനെ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് are imaginary lines that connect the points in the same angular distance on both sides of the equator with reference to the Earth's center. അപ്പോൾ ഇക്വേറ്ററിനെ, അതായത് ഭൂമിയുടെ നടുവിലൂടെയുള്ള ലൈനാണല്ലേ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഈ ഇക്വേറ്ററിനെ വിത്ത് റെഫറൻസ് ചെയ്തുകൊണ്ട്, അതിനെ നമ്മൾ ആധാരമാക്കിക്കൊണ്ട് എർത്തിനെ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഒക്കെ സെയിം ആംഗുലാർ ഡിസ്റ്റൻസിൽ വരയ്ക്കുന്ന ഇമേജിനറി ലൈൻസ് ആണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കൂ, 4.1 എന്നുള്ള ഫിഗർ നോക്കൂ. ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. യു ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ 0 degree സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ലാർജസ്റ്റ് വൺ. ദിസ് ഇസ് ദ ഇക്വേറ്റർ. അപ്പോൾ ഇവിടെ 0 degree ലാറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ലൈനാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള ലൈൻ. അതായത് ഭൂമിയുടെ ഒത്ത മധ്യഭാഗത്തിലൂടെയുള്ള, സെൻട്രലിലൂടെയുള്ള ആ ലൈനാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളാണ്, അല്ലെങ്കിൽ ഈ ഇമാജിനറി ലൈനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്.
Observe the lines of latitude drawn to the north and the south of the equator on the globe. Are all the circles of latitude equals in size? അപ്പോൾ നോർത്ത് പോളിലേക്കും ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഇങ്ങനെ ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ എല്ലാ ലൈൻസും സെയിം എന്താണ് പറയുക ഈക്വൽ അല്ലല്ലോ സൈസ്, സെയിം സൈസ് അല്ലല്ലോ വരുന്നത്. നോ അല്ല. We can see that as we move from the equator towards the poles, the circles of latitude get smaller in size. അപ്പോൾ ഇക്വേറ്റർ ആണ് ഏറ്റവും വലിയ സൈസുള്ള ലൈന്. ഈ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ലൈനിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. ഷാൽ വി ഡ്രോ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്? നമുക്കും ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് വരച്ച് നോക്കാം. എങ്ങനെയാണ്? കട്ട് എ റബ്ബർ ബോൾ വിച്ച് ഇസ് നോട്ട് ഹോളോ ഇൻ ടു 2 halves. Mark angular measures from 0 degree to 90 degree on both the halves as shown in the picture using a protractor. Draw lines based on the angular measure and join them at the center of the half as seen in the picture. Now extend these lines to the surface and join the equator angular measures. Then draw lines on the other half as well. Place the 2 halves back together. You will get a ball with the lines of latitude. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോൾ എടുക്കുക. പ്ലാസ്റ്റിക് ബോൾ അല്ല, നമ്മുടെ റബ്ബർ ബോൾ എടുക്കുക. ഈ റബ്ബർ ബോൾ നടുകെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ രണ്ട് ഭാഗത്ത്, അതായത് കട്ട് ചെയ്ത ബോൾ ഫ്ലാറ്റായി കിടക്കുന്ന ആ പാർട്ട് ഉണ്ടല്ലോ, കൂർത്ത ഭാഗമല്ല അല്ലാത്ത ഭാഗത്ത് നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 0 മുതൽ 90 ഡിഗ്രി വരെ രണ്ട് ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗം നിങ്ങൾ ബോളിന് പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് പാർട്ടിലും, ഈ ബോളിൻ്റെ രണ്ട് പീസിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് വരച്ചിട്ടുള്ള ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Based on the equator, the Earth can be imagined as 2 hemispheres. The hemisphere that lies to the north of the equator is called the northern hemisphere, and the hemisphere that lies to the south of the equator is called the southern hemisphere. അപ്പോൾ ഈ ഇക്വേറ്ററിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഭൂമിയുടെ എർത്തിൻ്റെ സെൻട്രലിലൂടെയുള്ള ഈ ഇമാജിനറി ലൈനിനെ ബേസ് ചെയ്തിട്ട് എർത്തിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോർത്ത് പോളിലേക്കുള്ള ഹെമിസ്ഫിയറിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, സൗത്ത് പോളിൽ കിടക്കുന്ന ഇക്വേറ്ററിൻ്റെ സൗത്ത് പോളിൽ കിടക്കുന്ന ഹെമിസ്ഫിയറിനെ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിച്ചിട്ട് നെയ്മൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി കോണ്ടിനെന്റ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, കോണ്ടിനെന്റ്സ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ, കോണ്ടിനെന്റ്സ് സ്പ്രെഡ് അക്രോസ് ദ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. നമുക്ക് അവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നോർത്ത് ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും രണ്ടിലും കൂടെ സ്പ്രെഡായി കിടക്കുന്ന കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന കോണ്ടിനെന്റ്സ് ആണ് ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നിവ. പിന്നെ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന കാണുന്ന കോണ്ടിനെന്റ്സ് ആണ് ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ 2 കോണ്ടിനെന്റ്സ്. 2 ഹെമിസ്ഫിയറിലും കൂടെ ഭാഗിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ സ്പ്രെഡായി കിടക്കുന്ന കോണ്ടിനെന്റ്സ് ആണ് സൗത്ത് ആഫ്രിക്ക തുടങ്ങിയവ. You have noticed that the circles of latitude become smaller in size as we move from the equator towards the north and the south. Having to അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്കും സൗത്ത് പോളിലേക്കും പോകുന്നതിനനുസരിച്ച് സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡിൻ്റെ സൈസ് സ്മോളർ ആവുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾസ് ഗ്രാജുവലി ഡിക്രീസ് ഇൻ സൈസ് ആൻഡ് എൻഡ് അറ്റ് 90 degree point in the north and 90 degree point in the south. അങ്ങനെ ഈ 0 ഡിഗ്രിയിലാണല്ലോ ഇക്വേറ്റർ കിടക്കുന്നത്. ആ 0 ഡിഗ്രിയിൽ നിന്ന് വന്ന് സൗത്ത് പോളിൽ എത്തുമ്പോൾ 90 ഡിഗ്രിയും നോർത്ത് പോളിൽ എത്തുമ്പോഴും അത് 90 ഡിഗ്രി ആയി മാറുകയാണ് ചെയ്യുന്നത്. The 90 degree latitude in the north is called the North Pole and the 90 degree latitude in the south is called the South Pole. അപ്പോൾ നോർത്തിലേക്ക് വരുന്ന ആ 90 ഡിഗ്രി പാർട്ടിനെ, 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ നോർത്ത് പോൾ എന്നും സൗത്തിലേക്കുള്ള 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ സൗത്ത് പോൾ എന്നുമാണ് വിളിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദോസ് ഇൻ ദ സൗത്ത് ആർ കോൾഡ് സദേൺ ലാറ്റിറ്റ്യൂഡ്സ്. ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുന്ന എല്ലാ ലാറ്റിറ്റ്യൂഡ്സിനെയും നമ്മൾ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും, സൗത്ത് പോളിലേക്ക് പോകുന്ന എല്ലാ ലാറ്റിറ്റ്യൂഡ്സിനെയും നമ്മൾ സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഒബ്സർവ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ ഇൻ ദ പിക്ചർ. ഇഫ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഇമാജിൻഡ് through the center of the earth connecting the poles, that is the earth's axis. അപ്പോൾ നോർത്ത് പോളിലേക്കും നമ്മൾ ഈ പിക്ചർ നോക്കി കഴിയുമ്പോൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഒരു രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ഇങ്ങനെ നടുവിലൂടെ ഭൂമിയുടെ എർത്തിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയത് കണ്ടോ മക്കളെ? ഇതൊരു ഇമാജിനറി ലൈനാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആക്സിസ് ആണ്. ഇതിനെ നമ്മൾ എർത്ത് ആക്സിസ് എന്നാണ് വിളിക്കുക. The earth rotates on this imaginary axis. അപ്പോൾ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്.
This axis is inclined at an angle of 23.5 degree from the perpendicular to the orbital plane. അപ്പോൾ ഈ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ഏകദേശം 23.5 ഡിഗ്രി ആണ് ഒരു ബെൻഡ് എർത്തിനുണ്ട്. ഈ ബെൻഡിൽ നിന്നാണ് എർത്ത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ഫിഗർ 4.5a ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ആ ഫിഗർ നോക്കിയിട്ട് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ഇക്വേറ്ററിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലാണ് ലൈ ചെയ്യുന്നത്. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ചെയ്യുന്നത് 23.5 ഡിഗ്രി നോർത്തിലാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ചെയ്യുന്നത് 23.5 ഡിഗ്രി സൗത്തിലാണ്. ആർട്ടിക് സർക്കിള് 66.5 ഡിഗ്രി നോർത്തിലാണ്. അന്റാർട്ടിക് സർക്കിള് 66.5 ഡിഗ്രി സൗത്തിലേക്കാണ്. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. നെക്സ്റ്റ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ആണ്, അഥവാ മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ദ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് കണക്ടിംഗ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെന്റർ ആർ കോൾഡ് ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ എർത്ത് സെന്ററിനെ ബേസ് ചെയ്തിട്ട് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും വരുന്ന എന്താ പറയുക ലൈൻസിനെയാണ് നമ്മൾ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ സെമി സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ്. Time on the earth is determined based on the lines of longitude. 0 degree longitude and 180 degree longitude are important longitudinal lines. അപ്പോൾ എന്തൊക്കെയാ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള മക്കളെ? രണ്ടും സെയിം എന്താ പറയാ സെയിം സൈസിലുള്ള രണ്ട് സെമി സർക്കിൾസ് ആണ് ഈ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിൽ വരുന്നത്. പിന്നെ ഭൂമിയിൽ നമ്മളുടെ ടൈം ദിവസങ്ങളൊക്കെ കണക്കാക്കുന്നത് ഈ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഏതൊക്കെയാണ്? 0 ഡിഗ്രിയും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ആണ്. ഇമാജിൻ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് 1 ഡിഗ്രി ഇന്റർവെൽ കണക്ടിംഗ് ബോത്ത് പോൾസ്, ദെൻ വി ക്യാൻ ഡ്രോ 360 ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. ഏകദേശം 1 ഡിഗ്രി ഇടവേളയിലാണ് അല്ലെങ്കിൽ ഇന്റർവെല്ലിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം 360 ലൈൻസ് കിട്ടുന്നുണ്ട്. Draw lines of longitude on a ball and mark the measurements just as you drew the lines of latitude. അപ്പോൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് വരച്ചതുപോലെ തന്നെ നിങ്ങളോട് ഇവിടെ പ്രൊട്രാക്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡും വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സുഖമാണ്, നമ്മൾ നേരത്തെ വരച്ചത് വെർട്ടിക്കലി ആണെങ്കിൽ ഇത് ഹൊറിസോണ്ടലി വരച്ചു കൊടുത്താൽ മതി കേട്ടോ. Now observe figure 4.6 and figure 4.7. Haven't you noticed how the important lines of longitude are specifically marked? Examine the globe and identify these lines. What are their peculiarities? നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് താഴെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഫിഗർ 4.6 ഫിഗർ 4.7. The 0 degree line of longitude is called the prime meridian. ആദ്യം വരച്ച ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. Since this line passes through Greenwich near London, this line is also called Greenwich Meridian. ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ലൈന് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്നുള്ള പ്ലേസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പേര് വിളിക്കുന്നുണ്ട്. The longitudinal line drawn opposite to 0 degree longitudinal line is the 180 degree longitudinal line. Based on this, the international date line has been drawn. The international date line is not a straight line. അപ്പോൾ എന്താണ് 0 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനാണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈന്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓക്കെ, നമുക്ക് പിക്ചർ 4.7 കണ്ടാൽ തന്നെ അറിയാം അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലേ വരച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ റീസൺ. അതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ പ്രൈം മെറിഡിയൻ ദ എർത്ത് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ഈ പ്രൈം മെറിഡിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എർത്തിനെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ടു ദ ഈസ്റ്റ് ഓഫ് ദ പ്രൈം മെറിഡിയൻ ആർ കോൾഡ് ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സ് ആൻഡ് ദോസ് ടു ദ വെസ്റ്റ് ആർ കോൾഡ് ദ വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഈസ്റ്റ് പാർട്ടിലേക്കുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസിനെ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും വെസ്റ്റ് പാർട്ടിലേക്കുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസിനെ വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് സ്ട്രേറ്റ് ലൈൻ അല്ല എന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. When crossing the international date line from east to west, 1 day is lost, and when crossing from west to east, 1 day is added. The international date line is deviated in some places to avoid different days occurring at the same time in different places within a country. This line is arranged to avoid populated land areas in the പസഫിക് ഓഷ്യൻ. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് നമ്മൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് നഷ്ടമാവുകയും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് ആഡ് ഓൺ ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഇത് പല കൺട്രീസിലേക്ക് എത്തുമ്പോൾ ഒരു ദിവസം കൂടുകയോ കുറയുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീവിയേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് സ്ട്രെയിറ്റ് ലൈൻ ആക്കാതെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Observe figure 4.8. Identify Western Hemisphere and Eastern Hemisphere. With the help of a globe, identify the position of the following countries in their respective hemisphere and write them against each country. നമുക്ക് താഴെ നാല് കൺട്രീസിന്റെ പേര് തന്നിട്ടുണ്ട്. ഈ ഓരോ കൺട്രിയും ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണോ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരു ഗ്ലോബിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ആദ്യം ചോദിച്ചിരിക്കുന്ന കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ബ്രസീൽ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്തോനേഷ്യ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. We are now familiar with the latitudinal and longitudinal lines. The exact location of a place, region, or an object on the earth is determined based on the latitudinal and longitudinal lines. അപ്പോൾ ഈ latitudinal linesനെയും longitudinal linesനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എർത്തിൽ ടൈമും അതുപോലെ ഏതെങ്കിലും ഒരു പ്ലേസും ലൊക്കേഷനും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ എർത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. Look at the illustration of the lines of latitudinal lines and longitudinal lines. This is a network of lines of latitude and longitude. This is called the gratule. We can see the network of the latitudinal and longitudinal lines on maps and atlas. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ കണ്ടോ? ഈ ഫിഗറിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും വരച്ചിട്ടുണ്ട് ഒരു വെബ് പോലെ അല്ലേ. അപ്പോൾ ഈ ഒരു വെബിനെ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാറ്റിക്യൂൾ എന്ന്. ഇനി ഇതിന് താഴെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ, ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ വിത്ത് റെഫറൻസ് ടു ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ലിസ്റ്റ് ദം. അപ്പോൾ നമുക്കവിടെ ഇന്ത്യയെ കാണുന്നുണ്ടല്ലോ അല്ലേ ഭൂപടത്തിൽ, ആ മാപ്പിൽ. അതിൽ ഇന്ത്യയുടെ ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും ബേസ് ചെയ്തിട്ട് എവിടെയാണെന്ന് എഴുതണം. സോ ആദ്യം ലാറ്റിറ്റ്യൂഡ് നോക്കാം. ലാറ്റിറ്റ്യൂഡിൽ നമുക്ക് വരുന്നത് 8 ഡിഗ്രി നോർത്ത് ടു 38 ഡിഗ്രി നോർത്ത് ആണ്. പിന്നെ ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് ഫ്രം 68 ഡിഗ്രി ഈസ്റ്റ് ടു 98 ഡിഗ്രി ഈസ്റ്റ് ആണ്. മാപ്പ് പ്രൊജക്ഷൻസ്. Will the globe alone be enough for a close study of the characteristics of the earth surface? അപ്പോൾ earth surface പഠിക്കാൻ ഗ്ലോബിന്റെ സഹായം മാത്രം പോരാ അല്ലേ. It's the network of the lines of latitude and longitude lines that helped us to determine the location of India on earth. This network of latitudes and longitude provides the framework of map making cartography. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇന്ത്യയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ലൈൻസിൻ്റെ നെറ്റ്വർക്കാണ് നമ്മളെ എന്തിന് സഹായിക്കുന്നത് മക്കളെ? ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. ഈ ഫ്രെയിം നെറ്റ്വർക്കിനെ നമ്മൾ എന്താ പറയുക? ഈ നെറ്റ്വർക്ക് മേക്കിങ്ങിനെ നമ്മൾ കാർട്ടോഗ്രഫി എന്നാണ് പറയുക. You may be aware that a map is a depiction of the features of Earth's surface on a flat surface. Though the surface of the Earth is curved, the map has to be made a flat surface. Drawing the features of spherical surface on a flat surface is a major challenge in cartography. How can we make map by flattering a globe? Shall we try flattering as shown in the figure? നോക്കിക്കേ, അപ്പോൾ നമ്മളുടെ ഗ്ലോബ് അല്ലെങ്കിൽ നമ്മൾ എർത്തിന് നമുക്ക് ഓരോ സ്റ്റഡീസും അതിൻ്റെ ഷേപ്പിൽ, ആ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ പഠിക്കുന്നതിലേറെ ഫ്ലാറ്റൻ ആയിട്ടുള്ള ഷേപ്പിൽ പഠിക്കാനാണ് അല്ലേ ഒരുപാട് സുഖം. അപ്പോൾ ഈ എർത്തിനെ നമ്മൾ ഒന്ന് ഫ്ലാറ്റൻ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് അവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. ഇനി ഈ ഗ്ലോബിനെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നാണ് പഠിക്കാനുള്ളത്. You can see that the polar regions and some continents got cut when the globe was made flat. ഇങ്ങനെ ഗ്ലോബിന് നമ്മൾ ഫ്ലാറ്റ് ചെയ്യുന്ന സമയത്ത് ചില പോളാർ റീജിയൻസും കോണ്ടിനെൻസും ഒക്കെ മിസ്സിങ് ആവുന്നുണ്ട്, അതായത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അവിടുന്ന്. ഇഫ് യു മേക്ക് എ മാപ്പ് ബൈ ഫ്ലാറ്റനിങ് ദ ഗ്ലോബ് ലൈക്ക് ദിസ് വി വുഡ് ഗെറ്റ് എ ഡിസ്റ്റോർട്ടഡ് മാപ്പ്. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, പല ഭാഗങ്ങളും കട്ട് ചെയ്ത് പോകുന്ന ഒരു മാപ്പായിരിക്കും കിട്ടുക. കവർ ദ ഗ്ലോബ് യൂസിങ് ട്രേസിംഗ് പേപ്പർ ആൻഡ് ട്രൈ ടു ഡ്രോൺ ദ കോണ്ടിനെൻറ്റ്സ്. When we get a distorted map full of wrinkles and folds, അപ്പോൾ നമുക്ക് ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഒരുപാട് മടക്കുകളും ചുളിവുകളും പിന്നെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാപ്പായിരിക്കും കിട്ടുന്നത് അല്ലേ. ഹൗ ക്യാൻ വി മേക്ക് എ മാപ്പ് വിത്തൗട്ട് സച്ച് ഫ്ലോസ്? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാപ്പിനെ എങ്ങനെ ഉണ്ടാക്കാം? അതിൻ്റെ ഒരു ചെറിയ മോഡലാണ് നമുക്ക് അവിടെ താഴെ തന്നിട്ടുള്ളത്. മാപ്പ് പ്രൊജക്ഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്
and longitude, that means gratitude, is scientifically transferred to any flat surface. അപ്പോൾ ഒരു ഈ നെറ്റ്വർക്കിന്, അതായത് ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷനും കൂടാതെ മാപ്പിന്റെ രൂപത്തിലേക്ക് വരുത്തുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയാം. The traditional method of map projection is drawing the lines of latitude and longitude and other geographical features on a flat surface by placing a light source inside the transparent globe. അപ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബിനുള്ളിൽ ഒരു ലൈറ്റ് വെക്കുക. ലൈറ്റ് കത്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ, ഓരോ ഭാഗത്തേക്ക് കത്തിക്കുന്ന സമയത്ത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും ഒക്കെ കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെയായിരുന്നു, ആ രീതിക്കായിരുന്നു. എന്നിട്ട് അതിലേക്ക് ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ ആദ്യ കാലത്തൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ട് മാപ്പ് പ്രൊജക്ഷൻ്റെ രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പല രീതിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലേക്കാണ് മാപ്പ് പ്രൊജക്ഷൻസ് വന്നിട്ടുള്ളത്. ഒന്ന് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണ്. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ട്രാൻസ്പെറന്റ് ഗ്ലോബ്. എ സിലിണ്ടർ ഷേപ്ഡ് സർഫസ് ഈസ് പ്ലേസ്ഡ് കവറിംഗ് ദ ഗ്ലോബ്. The network of lines of latitude and longitude is transferred to the cylindrical surface covering the globe. This is called a cylindrical projection. This map projection can be used for the exact mapping of equatorial regions. അപ്പോൾ ആദ്യത്തേത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണ്. അത് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ള ട്രാൻസ്പാരന്റ് ഗ്ലോബിലേക്കും ഉള്ളിലേക്ക് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ആ ട്രാൻസ്പാരന്റ് ഗ്ലോബിലേക്കും പുറത്തേക്കായിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള സർഫസ് ഉള്ള സംഭവം വെക്കുക, സർഫസ് ഉള്ള കവറിങ് വെക്കുക. എന്നിട്ട് ഈ സിലിണ്ടറിക്കൽ സർഫസിലേക്കാണ് നമ്മൾ ഗ്രാറ്റിക്യൂൾസ് വരച്ചു കൊടുക്കുന്നത്, അതായത് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും ലാറ്റിറ്റ്യൂഡ് ലൈൻസും വരച്ചു കൊടുക്കുന്നത്. നമുക്ക് അവിടെ അങ്ങനെ വരച്ചിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ സർഫസിന്റെ സിലിണ്ടറിക്കൽ പ്രൊജക്ഷന്റെ എന്ത് വന്നിട്ടുണ്ട്, പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് പ്രൊജക്ഷൻ വരുന്നത് സെനൈത്തൽ പ്രൊജക്ഷൻ ആണ്. Observe figure 4.14. Find out regions. Network of latitudinal and longitudinal lines are transferred using zenithal projection. The source of light is kept at the center of a transparent globe, and a flat surface is kept on the top. The network of the lines of latitude and longitude is projected onto the flat surface when the source of light is in it. In this way, the network of lines of latitude and longitude is prepared using zenithal projection. ഒരു ട്രാൻസ്പാരന്റ് ഗ്ലോബിനുള്ളിൽ നമ്മളൊരു ലൈറ്റ് വെച്ചിട്ട്, സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഗ്ലോബിന് മുകളിലായിട്ട് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ വെക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സർഫസ് വെക്കുക. ഈ ഫ്ലാറ്റ് സർഫസിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ ഈ ടോർച്ച് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈറ്റ് ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗത്ത് ഈ ഗ്രാറ്റിക്യൂൾസ് കാണാനായിട്ട് പറ്റും അല്ലേ. ആ ഗ്രാറ്റിക്യൂൾസിനെ നമ്മൾ ലൈൻ ചെയ്ത് കൊണ്ടുവരുന്ന പ്രൊജക്ഷനെയാണ് നമ്മൾ സെനൈത്തൽ പ്രൊജക്ഷൻ എന്ന് പറയാം. പിന്നെ അതിലൂടെ കിട്ടുന്ന മാപ്പിന്റെ പിക്ചർ ഇതാ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. തേർഡ് പ്രൊജക്ഷൻ ആണ് കോണിക്കൽ പ്രൊജക്ഷൻ. ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു എ കോണിക്കൽ സർഫസ് ഈസ് കോൾഡ് ദ കോണിക്കൽ പ്രൊജക്ഷൻ. The shadow of latitudinal and longitudinal lines is projected to a conical surface to make the map. This map projection is used more to make the maps of mid-latitude regions. അപ്പം ഈ കോണിക്കൽ പ്രൊജക്ഷൻ വരുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മളുടെ ഒരു ട്രാൻസ്പാരന്റ് ഗ്ലോബിനുള്ളിൽ ഒരു ലൈറ്റ് തെളിയിക്കുന്നു, എന്നിട്ട് അതിന് മുകളിലായിട്ട് കോൺ ഷേപ്പിലുള്ള ഒരു സർഫസ് വെക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാറ്റിക്യൂൾസ് വരച്ച് യോജിപ്പിക്കുന്നു. ഈ മാപ്പിനെയാണ് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയാം. ഇത് അധികമായിട്ട് യൂസ് ചെയ്യുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസിലുള്ള ഗ്രാറ്റിക്യൂൾസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ വരയ്ക്കാനാണ്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ. മാപ്പ് പ്രൊജക്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഏതൊക്കെയാണ് മാപ്പ് പ്രൊജക്ഷനും എന്നുള്ളൊരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഡെവലപ്പബിൾ സർഫസ് ഈസ് ഫ്ലാറ്റ് സർഫസ് ആണ്. മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ദ ഇല്ലസ്ട്രേഷൻ ഓഫ് പോളാർ റീജിയൻസ്. അധികമായിട്ടും പോളാർ റീജിയന്റെ ഇല്ലസ്ട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ പ്രൊജക്ഷൻ വരുന്നത് സെനൈത്തൽ പ്രൊജക്ഷൻ ആണ്. പിന്നെ സെക്കൻഡ് പ്രൊജക്ഷൻ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? പ്രൊജക്ഷൻ സർഫസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ യൂസ്ഡ് ഫോർ ദ എക്സാക്ട് മാപ്പിംഗ് ഓഫ് ഇക്വറ്റോറിയൽ റീജിയൻസ്. മൂന്നാമത്തെ പ്രൊജക്ഷൻ ഏതാണ്? കോണിക്കൽ പ്രൊജക്ഷൻ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് പ്രൊജക്ഷൻ സർഫസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ യൂസ്ഡ് ടു മേക്ക് ദ മാപ്സ് ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസ്. We have become familiar with the 3 types of map projections, haven't we? In addition to map projections, mathematical techniques are also used to transfer geographical features to a flat surface. Nowadays, maps are being made keeping precision and accuracy with the help of innovative technology. മാപ്പ് പ്രൊജക്ഷൻസിൻ്റെ അത് കൂടാതെ
മാത്തമാറ്റിക്കൽ ടെക്നിക്സും യൂസ് ചെയ്തിട്ട് കൂടുതൽ ആക്യുറസിയോടെയും പ്രസിഷനോടെയും കൂടെ ഇന്ന് മാപ്പുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് അവിടെ താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. GIS mapping initiative started in the corporation with the aim of making data collection more accurate, fast and scientific. The digitization initiative has been started in the corporation using GIS. ഇപ്പൊ GIS മാപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. Have you ever thought what geographic information system is? It is the method of collecting, analyzing and storing graphics information and presenting it in the form of maps, graphs and tables whenever needed. അപ്പോൾ എന്താ മക്കളെ GIS? നമ്മുടെ ജിയോഗ്രഫിക് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അത് മാപ്പിൻ്റെയോ ഗ്രാഫിൻ്റെയോ അല്ലെങ്കിൽ ടേബിൾസിൻ്റെയോ ഒക്കെ ഫോമാറ്റിൽ സൂക്ഷിച്ചു വെക്കുന്ന മെത്തേഡിനെയാണ് GIS എന്ന് പറയുന്നത്. മാപ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് വൺ ഓഫ് ദ പ്രൈമറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ GIS. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, മാപ്സ് are converted to digital forms by fixing the latitudinal and longitudinal positions. അപ്പം കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇന്നത്തെ കാലത്ത് മാപ്പുകൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്നുണ്ട്. Data is collected from this digital map as the base map and is used for different purposes. This technology can be used in various fields such as cartography, resource conservation, disaster management, tourism, transportation and communication. അപ്പോൾ GISന്റെ ഹെൽപ്പ് നമ്മൾ GIS യൂസ് ചെയ്യുന്ന ഫീൽഡുകളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. കാർട്ടോഗ്രഫിയിൽ, പിന്നെ കൺസർവേഷൻ ഓഫ് റിസോഴ്സസിൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പിന്നെ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ ഇതിലെല്ലാം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ലിസ്റ്റ് ദ വേരിയസ് ഡേ ടു ഡേ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് വി യൂസ് GIS. നമ്മളുടെ നിത്യജീവിതത്തിൽ GIS യൂസ് ചെയ്യുന്ന, അതിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹെൽപ്സ് ട്രാവലേഴ്സ് നോ ദ കറന്റ് ലൊക്കേഷൻ ഓഫ് ബസ്സസ് ആൻഡ് ട്രെയിൻസ് ഇൻ കേസ് ഓഫ് ട്രാഫിക് ജാം. അതായത് യാത്രക്കാർക്ക് ബസ്സും ട്രെയിനും ഒക്കെ ട്രാഫിക് ജാമിലാണോ അതോ അത് ലേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. It is possible to know the current location of passenger planes and the time of arrival at the traveler's location in advance. അപ്പോൾ അതുപോലെ ഫ്ലൈറ്റിൻ്റെ ഒക്കെ പ്ലെയിനിൻ്റെ ഒക്കെ എന്താ പറയുക, ടേക്ക് ഓഫും അതുപോലെ അറൈവലൊക്കെ ഏത് ടൈമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ട്രാവലേഴ്സ്, സെയിലേഴ്സ് ആൻഡ് ഓഷ്യൻ ട്രാവലേഴ്സ് who are going on adventure trip in difficulty location can know the advance the information about the destinations they are going to, the travel routes and the next destination they will arrive at. അതുപോലെ നമ്മളുടെ കപ്പലിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുന്നവർ, നാവികർ, അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ എന്തെങ്കിലും അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടാനും അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്യുറസി ആൻഡ് പ്രിസിഷൻ ടു ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് വെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ. അപ്പോൾ അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്തും അവിടെ വേണ്ട രീതിക്ക് ഫാസ്റ്റായിട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടു ഐഡന്റിഫൈ the exact location, direction and altitude from a sea level of all natural and man-made geographical features, geographical analysis and map reading are essential. അപ്പോൾ നമ്മൾക്ക് ലൊക്കേഷൻ അറിയാനും അതുപോലെ കടലിൽ നിന്നൊക്കെയുള്ള സീ ലെവലും ഡയറക്ഷനും പിന്നെ അതുപോലെ തന്നെ എല്ലാ നാച്ചുറൽ മാൻമെയ്ഡും ആയിട്ടുള്ള എല്ലാ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അറിയാനൊക്കെ എന്താണ് മാപ്പും ഗ്ലോബും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് എസെൻഷ്യൽ ആണ്. ഡിഫറെൻറ്റ് മാപ്സ് ദാറ്റ് ഇല്ലസ്ട്രേറ്റ് വേരിയസ് വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ, ലാൻഡ്സ്, arid regions, villages, towns and transport and communication facilities are being used widely in modern times. The changes that happen when the geographical features of the earth represented on a globe are transferred to a flat surface are now familiar, isn't it? Proper map reading is essential when we use maps in our daily lives. ഇനി നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻസ് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ജസ്റ്റ് ലൈക്ക് ഇന്ത്യസ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻസ് വർ ഐഡന്റിഫൈഡ് യൂസിങ് ദ ഗ്ലോബ്, അറ്റ്ലസ് ആൻഡ് വേൾഡ് മാപ്പ്. അപ്പോൾ ഗ്ലോബോ അറ്റ്ലസോ വേൾഡ് മാപ്പോ യൂസ് ചെയ്തിട്ട് നമുക്ക് താഴെ തന്നിട്ടുള്ള കൺട്രീസിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എവിടെയാണ് വരുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കൺട്രി ജപ്പാനാണ്. ജപ്പാന്റെ ലാറ്റിറ്റ്യൂഡ് വരുന്നത് ഫ്രം 20 ഡിഗ്രി നോർത്ത് ടു 45 ഡിഗ്രി നോർത്ത്. ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് ഫ്രം 122 ഡിഗ്രി ഈസ്റ്റ് ടു 153 ഡിഗ്രി ഈസ്റ്റ്. നെക്സ്റ്റ് കൺട്രി ശ്രീലങ്ക. ലാറ്റിറ്റ്യൂഡ് വരുന്നത് ഫ്രം 5 ഡിഗ്രി 55 മിനിറ്റ്സ് നോർത്ത് ടു 9 ഡിഗ്രി 51 മിനിറ്റ്സ് നോർത്ത്. ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് ഫ്രം 79 ഡിഗ്രി 41 മിനിറ്റ്സ് ഈസ്റ്റ് ടു 81 ഡിഗ്രി 53 മിനിറ്റ്സ് ഈസ്റ്റ്.
ഓസ്ട്രേലിയ വരുന്നത് ലോഞ്ചിറ്റ്യൂഡ് ഫ്രം 9 ഡിഗ്രി സൗത്ത് ടു 44 ഡിഗ്രി സൗത്ത് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് വരുന്നത് ഫ്രം 122 ഡിഗ്രി ഈസ്റ്റ് ടു 154 ഡിഗ്രി ഈസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാർക്ക് ദ ഹെമിസ്ഫിയേഴ്സ് ടു വിച്ച് ദീസ് കൺട്രീസ് ബിലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ്, അറ്റ്ലസ് ആൻഡ് വേൾഡ് മാപ്പ്. നമുക്ക് താഴെ കുറച്ച് കൺട്രീസ് തന്നിട്ടുണ്ട്. ബ്രസീൽ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, നോർവേ, സൗത്ത് ആഫ്രിക്ക, അർജന്റീന, കാനഡ, കെനിയ, അംഗോള. ഈ ഓരോ കൺട്രീസും ഏതൊക്കെ ഹെമിസ്ഫിയറിലാണ് വരുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേബിളിൽ ആദ്യം വന്നിട്ടുള്ളത് കൺട്രീസ് ബിലോങ്ങിങ് ടു നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്ന കൺട്രീസ് നോർവേ, കാനഡ, സൗദി അറേബ്യ തുടങ്ങിയവയാണ്. പിന്നെ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്നത് സൗത്ത് ആഫ്രിക്ക, അർജന്റീന, അംഗോള. രണ്ടിലും കൂടെ സ്പ്രെഡ് ആയി വരുന്നത് ബ്രസീൽ, ഇന്തോനേഷ്യ, കെനിയ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു വർക്ക് ഷീറ്റ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്, അത് ഏതാണ്? ഇക്വേറ്റർ ആണ്. ദെൻ ദ ഹെമിസ്ഫിയർ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ദെൻ ദ സദേൺ ഹെമിസ്ഫിയർ എങ്ങനെ എഴുതാം? ദ ഹെമിസ്ഫിയർ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇമാജിനറി ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ കണക്ടിംഗ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് വിത്ത് ദ എർത്ത് സെന്റർ ആസ് റെഫറൻസ്. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. 0 degree longitudinal line called prime meridian or Greenwich meridian. Then international date line 180 degree longitudinal line. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. മറ്റു ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്